ഒരു നോഡൽ അനാലിസിസിൻ്റെ പ്രോബ്ലത്തിൽ ബേസിക്കലി 3 സ്റ്റെപ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ടു ഐഡൻറ്റിഫൈ ദ നോഡ്സ്. നോഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ നോഡ്സിനെ മാത്രമേ കൺസിഡർ ചെയ്യൂ. പ്രിൻസിപ്പൽ നോഡ്സ് എന്ന് പറഞ്ഞാൽ നോഡ്സ് വേർ 3 അല്ലെങ്കിൽ മോർ ദാൻ 3 ബ്രാഞ്ചസ് ആർ ജോയിനിങ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മൾ ഈ ഒരു നോഡിനെ കൺസിഡർ ചെയ്താൽ ദർ ആർ ഓൺലി 2 ബ്രാഞ്ചസ്. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു സിംഗിൾ ബ്രാഞ്ചായിട്ട് കൺസിഡർ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മളത് എടുക്കാത്തത്. അപ്പോൾ ഈ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിലോ 3 ബ്രാഞ്ചസ് ആർ ജോയിനിങ്, സോ ഇറ്റ് ഈസ് എ പ്രിൻസിപ്പൽ നോഡ്. അതുപോലെ ദിസ് ഇസ് ഓൾസോ പ്രിൻസിപ്പൽ നോഡ്. അതുപോലെ ഇതും പ്രിൻസിപ്പൽ നോഡ്സാണ്. പക്ഷേ വി നോ ദറ്റ് ബോത്ത് ഓഫ് ദം ആർ കണക്റ്റഡ് ബൈ എ ഷോർട്ട്. എന്ന് വെച്ചാൽ നമുക്ക് ആ 2 പോയിൻറ്റ്സിനെയും ഒരു സിംഗിൾ പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്യാം, വിച്ച് ഇസ് ദ തേർഡ് പ്രിൻസിപ്പൽ നോഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഐഡൻറ്റിഫിക്കേഷൻ. നൗ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ടു അസൈൻ വോൾട്ടേജസ്. ഓക്കെ, നമ്മൾ വോൾട്ടേജസ് അസൈൻ ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു നോഡിനെ ഗ്രൗണ്ടായിട്ട് അസ്യൂം ചെയ്തിട്ട് മറ്റേൽ സം വോൾട്ടേജസ് കൊടുത്തു. ആൻഡ് ദീസ് വോൾട്ടേജസ് V1 എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ദിസ് ഗ്രൗണ്ട് ഇവിടുത്തെ വോൾട്ടേജ് V1 എന്നാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് ഡൺ. നൗ ദ തേർഡ് സ്റ്റെപ്പ് ഇസ് നമ്മൾ ഓരോ നോഡ്സിൽ KCL അപ്ലൈ ചെയ്യും, അതേപോലെ ഓംസ് ലോ യൂസ് ചെയ്യും, അങ്ങനെ ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് ആ ഇക്വേഷൻസിനെ സോൾവ് ചെയ്തിട്ടാണ് ദ റിക്വയർഡ് പാരാമീറ്റർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു നോഡ് എടുത്തു V2. ഓക്കെ, V2 നോഡ് കൺസിഡർ ചെയ്യുമ്പം ടേക്കിംഗ് നോഡ് 2 ആണത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു അസംഷൻ ചെയ്യും, അതായത് ആ നോഡിലെ വോൾട്ടേജ് ആയിരിക്കും അറ്റ് ഹയർ പൊട്ടൻഷ്യൽ. അതായത് V2 വിൽ ബി ഗ്രേറ്റർ ദാൻ ഈ ഒരു വോൾട്ടേജ് V1, V2 വിൽ ബി ഗ്രേറ്റർ ദാൻ ഈ ഒരു വോൾട്ടേജ് വിച്ച് ഇസ് 0. അതേപോലെ V2 വിൽ ബി ഗ്രേറ്റർ ദാൻ ദിസ് വോൾട്ടേജ് V of t. ഓക്കെ, അങ്ങനെ 3 അസംഷൻസ് നടത്തും. എന്നിട്ടാണ് നമ്മൾ KCL എഴുതുക. അപ്പോൾ KCL എഴുതുമ്പോൾ നമുക്ക് കറൻസ് വേണം. അപ്പോൾ ബിക്കോസ് ദിസ് ഇസ് അറ്റ് ദ ഹയർ പൊട്ടൻഷ്യൽ, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ലെറ്റ് ദിസ് ബി IC, ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നത് IL, ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നത് ലെറ്റ് ഇറ്റ് ബി IR. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യൂസിങ് KCL ഐ ക്യാൻ റൈറ്റ്, ഇവിടെ എഴുതാം, ദാറ്റ് IC പ്ലസ് IL പ്ലസ് IR ഈക്വൽ ടു 0 അല്ലേ. സം ഓഫ് ലീവിങ് കറൻസ് ഈക്വൽ ടു 0. ഇനി ഈ ഇൻഡിവിജ്വൽ കറൻസിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതും. അതായത് ഫസ്റ്റ് ടേം ഇസ് കപ്പാസിറ്ററിലെ കറണ്ട്. കപ്പാസിറ്റർ കറണ്ട് എന്തുവാ? CdV/dt എന്ന് വെച്ചാൽ C ഇൻറ്റു D/dt ഓഫ് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ. ഈ കേസിൽ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്താ? V2 മൈനസ് V1, ബിക്കോസ് V2 ഇസ് ലാർജർ അല്ലേ. അപ്പോൾ V2 മൈനസ് V1 എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ടേം. ഇനി നെക്സ്റ്റ് ഇസ് IL എന്ന് പറഞ്ഞാൽ എന്തുവാ? 1/L ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു T ഓഫ് വോൾട്ടേജ് dt. വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ എന്തുവാ? V2 മൈനസ് 0 വിച്ച് ഇസ് V2. ഓക്കെ, നൗ ഒരു ടേമും കൂടിയുണ്ട് വിച്ച് ഇസ് ഇവിടുത്തെ. ഇനി ഇവിടുത്തെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്ത് എഴുതാം. അതായത് V2 ഇസ് ഗ്രേറ്റർ ദാൻ V of t. ഓക്കെ, അപ്പം നമുക്ക് V2 മൈനസ് V of t, ഇവിടെ 0, അപ്പോൾ മൈനസ് 0. അപ്പോൾ ദാറ്റ് നീഡ്സ് അത് കൺസിഡർ ചെയ്യണ്ട. അപ്പോൾ ആ വോൾട്ടേജ് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് R2 പ്ലസ് R3 ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ അവിടുത്തെ ആ ബ്രാഞ്ചിലെ കറണ്ട് കിട്ടും. അല്ല നമുക്കിങ്ങനെ ഡയറക്റ്റ് എഴുതണ്ട എങ്കിൽ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ്ലി ആ ഒരു ബ്രാഞ്ചിനെ എടുത്തിട്ട് KVL അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആ ഒരു ബ്രാഞ്ചിനെ ഞാൻ എടുത്തു RT. KVLൽ വോൾട്ടേജ് ആണല്ലോ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ ഒരു പാർട്ടിനെ ഞാൻ ജസ്റ്റ് V2 വോൾട്ടേജ് എന്ന് എഴുതുക. ഓക്കെ, ആൻഡ് ദെൻ ഞാൻ ഇവിടുത്തെ കറണ്ട് ഇസ് IR. ഓക്കെ, അപ്പോൾ ഈ കറണ്ട് IR ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുമ്പം പ്ലസ് മൈനസ് വാട്ട് ഇസ് ദ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ? IR ഇൻറ്റു R2. അതേ കറണ്ട് തന്നെയാണ് ഇതിലേയും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ പ്ലസ് മൈനസ് IR ഇൻറ്റു R3 ഇസ് ദ വോൾട്ടേജ് അക്രോസ് R3. ഇനി നമുക്ക് KVL എഴുതാം. അപ്പോൾ ഞാൻ ഈ ഒരു ഡയറക്ഷനിലാണ് എഴുതുന്നതെങ്കിൽ ഫസ്റ്റ് ഇറ്റ് ഇസ് മൈനസ് ടു പ്ലസ്, അപ്പം V2, പിന്നെ പോകുന്നത് പ്ലസ് ടു മൈനസ്, അപ്പം മൈനസ് ഓഫ് വാട്ട് ഇസ് ദ വോൾട്ടേജ് IR ഇൻറ്റു R2, പിന്നെ പ്ലസ് ടു മൈനസ് മൈനസ് V of t, പിന്നെയും പ്ലസ് ടു മൈനസ് IR ഇൻറ്റു R3 ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്ത് വാട്ട് ഇസ് IR എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ V2 മൈനസ് V of t ഈസ് ഈക്വൽസ് ടു IR ഇൻറ്റു R2 പ്ലസ് R3. അപ്പോൾ IR എന്താ? V2 മൈനസ് V of t ബൈ R2 പ്ലസ് R3. അതാണ് ഈ തേർഡ് ടേം. ഓക്കെ, അപ്പോൾ നമുക്ക് ദിസ് ഇസ് ദ ഫസ്റ്റ് ഇക്വേഷൻ ദറ്റ് വി ഗോട്ട്. ഇതാണ് ഇക്വേഷൻ 1 വിച്ച് ഇസ് ഫോർ
ദിസ് നോഡ്. ഇനി നെക്സ്റ്റ് ഇക്വേഷൻ എന്തായിരിക്കും ഫോർ ദ ഫസ്റ്റ് നോഡ്. അപ്പോൾ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ഐ എം കൺസിഡറിങ് നോഡ് 1. നോഡ് 1 കൺസിഡർ ചെയ്യുമ്പോൾ അസംഷൻസ് മാറത്തില്ലേ? എന്താ, V1 ഇസ് ഹയർ, അപ്പോൾ V1 വിൽ ബി ഗ്രേറ്റർ ദാൻ 0, അതേപോലെ V1 വിൽ ബി ഗ്രേറ്റർ ദാൻ V2. ഓക്കെ, ഇനി ഇങ്ങോട്ടൊരു കറണ്ട്, ഇങ്ങോട്ടൊരു കറണ്ട്, ഇങ്ങോട്ടൊരു കറണ്ട്, സം ഓഫ് ലിവിങ് കറണ്ട്സ് ഈക്വൽ ടു 0. അപ്പം ഇങ്ങോട്ടുള്ള കറണ്ട് എന്തുവാ? വി നോ ദറ്റ് IT is in this direction, so ഇങ്ങോട്ട് it will be minus of IT പ്ലസ് ഈ ബ്രാഞ്ചിലെ കറണ്ട് എന്തുവാ? വോൾട്ടേജ് ഇസ് V1 across this branch and resistance is R. അപ്പോൾ V1 by R is the current. And next, what is the current through this capacitor branch? C dV by dt. ഇപ്രാവശ്യം DVയിലെ V V1 minus V2 ആയിരിക്കും. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്, ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് എന്താണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്, ഏതെങ്കിലുമൊക്കെ പാരാമീറ്റേഴ്സ് നോണും ഏതെങ്കിലും അൺനോൺ ആയിരിക്കും. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്ത് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് മെഷ് അനാലിസിസിൻ്റെ പ്രൊസീജിയർ നോക്കാം. മെഷ് അനാലിസിസിലും ബേസിക്കലി 3 സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഐഡൻറ്റിഫൈ മെഷ്. ഒരു മെഷ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ്. അപ്പോൾ ഈ ഒരു കേസിൽ യു ഹാവ് 1, 2 and 3 മെഷസ്. ഓക്കെ, അപ്പോൾ മെഷ് ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ മെഷ് കറൻസിനെ അസൈൻ ചെയ്യും. നമ്മളിപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ ഐ ആം ടേക്കിംഗ് ദിസ് ടു ബി I1, ഈ കറണ്ട് ഞാൻ I2 എന്നെടുത്തു, ഈ മെഷിലെ കറണ്ടിനെ I3 എന്നെടുത്തു. ഓക്കെ, ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാ? KVL അപ്ലൈ ചെയ്യുക. KVLും പിന്നെ ഓംസ് ലോയും കൂടെ യൂസ് ചെയ്തിട്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുക. ഓക്കെ, ഇനി ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഈ ഒരു മെഷിൽ ഞാൻ തുടങ്ങി, അതായത് മെഷ് 3യിൽ നിന്ന് തുടങ്ങി. അപ്പം ഇവിടെയും നമുക്ക് കുറച്ച് അസംഷൻസ് വേണം. ഞാൻ മെഷ് 3 ആണ് എടുക്കുന്നതെങ്കിൽ അവിടുത്തെ കറണ്ട് ആയിരിക്കും ഗ്രേറ്റർ ദാൻ എനി അതർ കറണ്ട്. I3 ഇസ് ഗ്രേറ്റർ ദാൻ I2 ആൻഡ് I1. ഓക്കെ, അതാണ് നമ്മുടെ അസംഷൻസ്. എന്നിട്ട് KVL അല്ലേ, അപ്പോൾ ഐ നീഡ് ദ വോൾട്ടേജസ്. അപ്പോൾ വോൾട്ടേജസിന് നമുക്ക് അതിന് സൈൻസ് അസൈൻ ചെയ്യാം. അതായത് ഇപ്പോൾ കറണ്ട് ഇസ് ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ, അതാകുമ്പം ലൈക്ക് ഇങ്ങനെ കറണ്ട് വരികയാണെങ്കിൽ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഓക്കെ, ഇനി വോൾട്ടേജസ് ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് നമുക്ക് L വന്നു. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് എന്തുവാ? ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് വെച്ചാൽ LdI/dt ആണ്. അപ്പം L ഇൻറ്റു DI/dt. I എന്ന് വെച്ചാൽ കറണ്ട് അക്രോസ് ഇൻഡക്ടർ. അപ്പം ഈ ഒരു ബ്രാഞ്ചിൽ നമുക്ക് ഈ I3 ഉണ്ട്, I2 ഉണ്ട്. ബട്ട് സിൻസ് I3 ഈസ് ഗ്രേറ്റർ, അപ്പം I3 മൈനസ് I2 ആയിരിക്കും ദ നെറ്റ് കറണ്ട് ത്രൂ L. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ്, ആൻഡ് സിൻസ് വി ആർ മൂവിങ് ഫ്രം പ്ലസ് ടു മൈനസ് മൈനസ്, ഓക്കെ, ദെൻ പ്ലസ് ടു മൈനസ് മൈനസ് ഓഫ് I3 ഇൻറ്റു R2, പിന്നെ പ്ലസ് ടു മൈനസ്, സോ മൈനസ് ഓഫ് VFT, then comes plus to minus minus of I of 3 into R3 equal to 0. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഫസ്റ്റ് മെഷ് ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ് മീ കൺസിഡർ മെഷ് 2. മെഷ് 2 ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അസംഷൻസ് മാറും. I2 is greater than I1 and I2 is greater than I3. ഓക്കെ, ഇനി ഇവിടെ ഞാൻ വോൾട്ടേജസ് അസൈൻ ചെയ്യാം. ആദ്യമേ പ്ലസ് മൈനസ് ആണ് ഡയറക്ഷൻ, പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇഫ് ഐ എം സ്റ്റാർട്ടിങ് ഫ്രം ദ റെസിസ്റ്റർ, അവിടുത്തെ വോൾട്ടേജ് എന്തുവാ? കറണ്ട് ഹിയർ ഇസ് I2 ഉണ്ട്, I1 ഉണ്ട്. അപ്പം I2 മൈനസ് I1 ഇൻറ്റു R1. ഓക്കെ, പക്ഷേ സിൻസ് ഇങ്ങനെ ഇരിക്കട്ടെ, സിൻസ് വി ആർ മൂവിങ് ഫ്രം പ്ലസ് ടു മൈനസ്, വി ഹാവ് എ മൈനസ് സൈൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു കപ്പാസിറ്റർ. പ്ലസ് ടു മൈനസ് ആണ്, അപ്പം മൈനസ്. കപ്പാസിറ്റർ കൂടെ ഉള്ള വോൾട്ടേജ് എന്തുമായിരിക്കും? അതിൻ്റെ ഇക്വേഷൻ 1/c ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു t ഓഫ് ദ കറണ്ട് ഇൻറ്റു dt. വാട്ട് ഈസ് ദ കറണ്ട്? I2. ഈ ഒരു ബ്രാഞ്ചിൽ I2 മാത്രമേ ഉള്ളൂ, അപ്പം I2. ദെൻ ഐ എം ഗോയിങ് ടു ഇൻഡക്ടർ. ഇൻഡക്ടർ പ്ലസ് ടു മൈനസ് ആണ്, അപ്പം മൈനസ്. വാട്ട് ഈസ് ഇറ്റ്? LdI/dt. അപ്പം ഈ കേസിൽ I2 ഈസ് ഗ്രേറ്റർ, അപ്പോൾ I2 മൈനസ് I3 ഈസ് ദ നെറ്റ് കറണ്ട്. ഓക്കെ, ഈക്വൽ ടു 0. അപ്പോൾ ദിസ് ഈസ് ദ സെക്കൻഡ് മെഷ് ഇക്വേഷൻ. ഇനി ഐ എം ഗോയിങ് ടു മെഷ് 1.
മെഷ് 1-ൽ പക്ഷേ ഫോർ എക്സാമ്പിൾ കറണ്ട് ഇങ്ങനെയല്ലേ പോകുന്നത്, അപ്പോൾ ഐ ഹാവ് ഒരു വോൾട്ടേജ്. ഓക്കെ, ഇവിടെ മെഷ് ഇക്വേഷന് ഒരു റെലവൻസ് ഇല്ല, കാരണം ഞാനിപ്പം പ്ലസ് മൈനസ് ഒരു വോൾട്ടേജ് എടുത്തു. ഫോർ എക്സാമ്പിൾ VR എന്നൊരു വോൾട്ടേജ് കൺസിഡർ ചെയ്തു. അതേ വോൾട്ടേജ് തന്നെ ആയിരിക്കത്തില്ലേ വോൾട്ടേജ് അക്രോസ് ദിസ് കറണ്ട് സോഴ്സ് അല്ലേ? അപ്പം എന്തുവാ, ഇവിടെയും VR തന്നെ വരും, കാരണം വേറെ എലിമെൻറ്റ്സ് ഒന്നും ഇല്ല. അപ്പം ഞാൻ മെഷ് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഇഫ് ഐ സ്റ്റാർട്ടഡ് ദിസ് വേ, മൈനസ് VR പ്ലസ് ടു മൈനസ് വരുന്നു, പിന്നെ മൈനസ് ടു പ്ലസ് VR ഈക്വൽ ടു 0. അപ്പം ദർ ഇസ് നോ മീനിങ് ഫോർ ദാറ്റ് ഇക്വേഷൻ. അപ്പം നമ്മളിവിടെ മെഷ് ഇക്വേഷൻ എഴുതിയിട്ട് കാര്യമില്ല. അപ്പം വേറെ എന്തെങ്കിലും ഒരു റിലേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്തുവാ, I1-ഉം IF-T-യും കമ്പയർ ചെയ്താൽ I1 ഇസ് ഇൻ ദിസ് ഡയറക്ഷൻ, IF-T ഈസ് ഓൾസോ ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പം I1 ഇസ് ഈക്വൽ ടു IF-T എന്നൊരു ഒബ്സർവേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ദിസ് ഇസ് ദ തേർഡ് ഇക്വേഷൻ. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് വേണ്ട ഏതെങ്കിലും ഒരു പാരാമീറ്റർ വിത്ത് വേറെ കുറേ പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. മെഷ് അനാലിസിസും നോഡ് അനാലിസിസും വെച്ചിട്ട് സെയിം പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട് ആൻഡ് വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് I. ഓക്കെ, ഇപ്പോൾ ഞാൻ നോഡലാണ് ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അത് നോഡൽ മെത്തേഡാണ്. അപ്പോൾ എന്താ ഫസ്റ്റ് ചെയ്യേണ്ടത്, പ്രിൻസിപ്പൽ നോഡ്സ് കണ്ടുപിടിച്ചു. ഐ ഹാവ് ദിസ്, ഐ എം അസൈനിങ് ഒരു വോൾട്ടേജ് V. ഇത് നെക്സ്റ്റ് പ്രിൻസിപ്പൽ നോഡ് അസൈൻ ചെയ്തു ഗ്രൗണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്, ഇതാണ് അറ്റ് ഹയർ പൊട്ടൻഷ്യൽ. ഇങ്ങനെ കറൻസ്, ഔട്ട് ഗോയിങ് കറൻസ് കൺസിഡർ ചെയ്തിട്ട് ഐ ഹാവ് ടു റൈറ്റ് ദി ഇക്വേഷൻ. ഓക്കെ, ഈ കറണ്ട് എന്തുവാണ്, ഔട്ട് ഗോയിങ് കറണ്ട് 8 ആംപിയർ ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പം ഈ കറണ്ട് എന്ന് വെച്ചാൽ -8 ആയിരിക്കും, -8. ഇനി ഇങ്ങോട്ടുള്ള കറണ്ട് എന്തുവാ, ക്യാപിറ്റൽ I പ്ലസ് I. ഇനി ഇങ്ങോട്ടുള്ള കറണ്ട് എന്തുവാ, V -16/2 -16/2 ഈക്വൽ ടു 0. ഓക്കെ, നമുക്ക് I കണ്ടുപിടിക്കണ്ടേ, പക്ഷേ നമുക്ക് V അറിയത്തില്ല. അപ്പോൾ V എന്ത് ചെയ്യും, V ഈസ് ഈക്വൽസ് ടു നമുക്ക് എഴുതാം, ഈ ഒരു ബ്രാഞ്ചിൽ കൺസിഡർ ചെയ്താൽ V ഈസ് ഈക്വൽസ് ടു ക്യാപിറ്റൽ I ഇൻറ്റു 2. ഇതിനടുത്ത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു ക്യാൻ സോൾവ് ഇറ്റ്. അപ്പോൾ -8 പ്ലസ് പ്ലസ് 2I/2 വിച്ച് ഇസ് I -16/2 8 ഈക്വൽ ടു 0. 2I ഈക്വൽസ് ടു 16. അപ്പം I ഈസ് ഈക്വൽസ് ടു 8 ആംപിയർ എന്ന് കിട്ടി. ഇനി സെയിം പ്രോബ്ലം നമ്മൾ മെഷ് അനാലിസിസ് വെച്ചിട്ട് ട്രൈ ചെയ്യാൻ പോവാം. മെഷ്. ഓക്കെ, അപ്പോൾ അതിൽ കൺസിഡർ ഒരു മെഷ് I1, സെക്കൻഡ് മെഷ് I2. ഓക്കെ, ഈ ഒരു മെഷിൽ നമുക്ക് അറിയാം 8 ആംപിയർ ആയിരിക്കും I1. ഓക്കെ, ഇനി ഈ ഒരു മെഷ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഞാൻ അസൈൻ ചെയ്യുകയാണെങ്കിൽ സൈൻ C ഡയറക്ഷനാണ്. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു സൈഡിൽ നിന്ന്. അപ്പം I2 മൈനസ് I1 മൈനസ് ഓഫ് 2, പിന്നെ ഇങ്ങനെ മൈനസ് I2 ഇൻറ്റു 2 -16 ഈക്വൽ ടു 0. ഓക്കെ, I1 എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഞാനത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 2I2 മൈനസ് 2 2s മൈനസ് അല്ല പ്ലസ് ആവും, മൈനസ് മൈനസ് പ്ലസ് 8 ഇൻറ്റു 2 16 മൈനസ് 2I2 മൈനസ് 16 ഈക്വൽ ടു 0. ക്യാൻസലായി. എന്തായാലും കിട്ടുന്നത് I2 ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്യാപിറ്റൽ I ആണ്. ഓക്കെ, നമുക്കറിയാം ഈ ഒരു കറണ്ട് I1 ആണ്, ഈ ഒരു കറണ്ട് I2 ആണ്, ഇതാണ് ക്യാപിറ്റൽ I. അപ്പോൾ വി ക്യാൻ റൈറ്റ് I1 ഇസ് ഈക്വൽസ് ടു I2 പ്ലസ് ക്യാപിറ്റൽ I. എങ്ങനെ, KCL ഉപയോഗിച്ചിട്ട്. ഓക്കെ, അതിൽ നിന്ന് ഞാൻ I കണ്ടുപിടിക്കുകയാണെങ്കിൽ വിച്ച് ഇസ് I1 മൈനസ് I2, I2 0 വിച്ച് ഇസ് ഈക്വൽ ടു I1 വിച്ച് ഇസ് 8 ആംപിയർ. ഓക്കെ, അപ്പോൾ അത് സെയിം പ്രോബ്ലം മെഷിലും നോഡിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോബ്ലം നമ്മൾ ഡിസൈഡ് ചെയ്യണം ഏതായിരിക്കും ചെയ്യാൻ എളുപ്പം, അതിനനുസരിച്ച് ചൂസ് ചെയ്യണം.